അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചില ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു. പിന്നെ അവിടെ നിന്ന് യാത്രയായി. ഒരു വാർത്തമായിട്ട് 10 അവൻ തൊടേണ്ടതിന് ചില ശിശുക്കളെ അവരുടെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോടെ ശാസിച്ചു. യേശു അത് കണ്ടാലും മുഷിഞ്ഞു അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുള്ളല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിനെ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അടച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. ഒരുമിച്ച് ഈ പതിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വാഗതം. ദിവസം ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. പിതാവേ, ഈ നല്ല സമയത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ വിഷ്ണുവിനും സരിക്കായുള്ള സ്തോത്രം ചെയ്യാം. നിന്റെ കുഞ്ഞുങ്ങളെടുത്ത് ദാനമായി കൊടുത്ത ഈ പൈതന്നെ ദൈവത്തിൽ കടന്നു വന്ന് സമർപ്പിപ്പാണ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനോട് അപേക്ഷിക്കുവാൻ സ്വർഗ്ഗജീവ നല്ല പ്രയോജനത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ നാളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ തൃശ്ശൂരത വന്നു, വേദനകൾ വന്നു. ആദ്യത്തെ തലമുറ അവർക്ക് നഷ്ടമായി പോയി. എന്നാൽ ദൈവപ്പെടുത്തി തലമുറയായിട്ട് മൽക്കാൻ ദൈവത്തിൽ കടന്നുള്ള ദൈവക്രമ നദിയല്ലോ. ദൈവേ, മൽക്കാലം അടികൾ ഒരുമിച്ച് നിന്റെ മരുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഓരോ പശ്ചാത്തലത്തിൽ മേലും യഹോവയ്ക്കും വന്നതുപോലെ യഹോവയ്ക്കും മറ്റുള്ളവർക്കും ഒരു പ്രസാദമുള്ള കുഞ്ഞായി വളർന്നവണ്ണം അടികൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയുടെ ബലഹീനമായ ധനം വെച്ച് കുഞ്ഞിനെ അന്വേഷണം പ്രാർത്ഥിക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടികൾ ഒരുമിച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു ദുഃഖം തെറ്റിവെക്കാതെ വന്ന ദൈവത്തിന് വലിയ കൃപനെ കുഞ്ഞിന്മേൽ പകർന്നാണ് കർത്താവേ. അതിന്റെ വളർച്ച ദുഃഖം തെറ്റിവെക്കാതെ കർത്താവേ, ഹല്ലേലൂയ, നല്ല വളർച്ച കൊടുത്താട്ടെ. അതിന്റെ ഓരോ വർഷം കഴിയുമ്പോഴും ആത്മാവിന്റെ പുതുക്കം ചെറുതാക്കി തന്നെ അന്യഭാഷ അടയാളത്തെ ദൈവത്തിൽ ആരാധിപ്പാനും അതിൻ്റെതായ സമയം വരുമ്പോൾ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവസഭയുടെ ഒരു അംഗമാകത്തക്കവണ്ണം കർത്താവിന്റെ മഹത്വമുള്ള വലിയ കാലത്തിന് പൈതൽ വെച്ചാണ് കർത്താവ്. നല്ല വിദ്യാഭ്യാസം കൊടുത്താണ് കർത്താവ്, നല്ല സൗന്ദര്യം കൊടുത്താണ് കർത്താവ്. മാതാവിനൊക്കെ അനുഗ്രഹമായ തലമുറയാക്കി ഞങ്ങൾ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നു മുതൽ ഈ കുഞ്ഞ് ഷാർലറ്റ് എന്ന പേരിൽ അറിയപ്പെടത്തക്കവണ്ണം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുഞ്ഞിനെ ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിക്കുന്നവർ എല്ലാത്തിനായി സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവേശിക്കുന്നു കേൾക്കുമാറാകണമേ. ഈ കുഞ്ഞിനെ നന്നായി വളർത്തുവാൻ എന്റെ മാതാപിതാക്കളെ ഇന്ന് ഫലമേൽപ്പിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദിനേശ്വരസവിനാമേ, ഞങ്ങൾ ഒരുമിച്ച് ഇവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുക. കർത്താവേ, വൽക്കാലം കുഞ്ഞുമായിട്ട് ദിവസത്തിൽ കടന്നു വരുവാൻ ദൈവം കൃപ കൊടുത്തല്ലോ.
ഞങ്ങൾ ഒരുമിച്ച് അതിന്റെ മാതാപിതാക്കളെ ഓർത്ത് ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ ഹല്ലേലൂയ അതിൻ്റെതായ രീതിയിൽ വഴി നടത്തുവാനുള്ള വിശേഷ ബുദ്ധി, വിശേഷ ജ്ഞാനം, അധ്വാനം എല്ലാം ധാരാളമായി പകർന്നാണ് കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ഇതിന്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹമാക്കി മാറിയാണ് കർത്താവ്, സ്തോത്രം. അതിനാണ് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൊടുക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.